നമ്മുടെ ദൈവകരുണയുടെ കോഴ്സിലെ നമ്മൾ പല മേഖലകളെ കുറിച്ചൊക്കെ നമ്മൾ അതിൽ ധ്യാനിക്കുന്നുണ്ട്. ദൈവകരുണ എന്ന ആ ഒരു പ്രമേയത്തെ ബൈബിളില്, അതുപോലെ തന്നെ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളില്, വിശുദ്ധന്മാരുടെ പഠനങ്ങളില്, മാർപ്പാപ്പമാരുടെ പഠനങ്ങളില്, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചില്, അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന ദൈവകരുണയുടെ ആ പ്രമേയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഈ കോഴ്സിന്റെ പല ഭാഗത്തായിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതും ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുന്നതും നമ്മൾ ദൈവകരുണയുടെ രൂപങ്ങളെ കുറിച്ചാണ്. ഫോംസ് ഓഫ് ഡിവൈൻ മേഴ്സി. ഫോംസ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന് പറയുമ്പം നമ്മളൊക്കെ നമ്മുടെ ഈ കോഴ്സിന്റെ തന്നെ നമുക്ക് അതിന്റെ സിദ്ധാന്തത്തെ കുറിച്ച് അറിയാം. നമുക്ക് വെറുതെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ കോഴ്സിന് അവസാനം കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ല നമ്മളിതൊന്നും ചെയ്യുന്നറിയാം. എങ്കിൽ തന്നെയും നമ്മളിതിനെ ആഴത്തിൽ പഠിക്കാൻ അപ്പം അതിനുവേണ്ടിയുള്ള സഹായിക്കുന്നതാണ് പരീക്ഷകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പേപ്പറുകൾ വർക്ക് എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയാണല്ലോ. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ ഇതിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ട, അല്ലെങ്കിൽ ഈ ദൈവകരുണയെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ആ മേഖലകൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കുകയും ആ ദൈവകരുണയുടെ പ്രഘോഷകരും പ്രചാരകരും ഒക്കെ ആയിട്ട് മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ ഒരു കാര്യം. അത് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദൈവകരുണയുടെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ ഫോംസ് ഓഫ് ഡിവൈൻ മേഴ്സി? ദൈവകരുണയുടെ രൂപങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് ദൈവകരുണയുടെ രൂപങ്ങൾ എന്ന് പറയുന്നത് ദൈവകരുണയെ നമുക്ക് നേടിയെടുക്കാൻ സഹായിക്കുന്ന ചില വഴികൾ. ആ വഴികളാണ് ഫോംസ് ഓഫ് ഡിവൈൻ മേഴ്സി അല്ലെങ്കിൽ ദൈവകരുണയുടെ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതാണ്. അല്ലാതെ കരുണയുടെ പടമോ രൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. വിവിധങ്ങളായ രൂപങ്ങൾ, ആ വഴികളിലൂടെയാണ് നമ്മൾക്ക് ദൈവത്തിന്റെ കരുണയെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്, സ്വീകരിക്കാൻ സാധിക്കുന്നത്, ആ ദൈവത്തിന്റെ കരുണാമിശ്രണമായ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതിനുള്ള വഴികളാണ് ഈ പറഞ്ഞ ഫോംസ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഫോംസ് ഓഫ് ഡിവൈൻ മേഴ്സി, ദൈവകരുണയുടെ രൂപഭാവങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് രൂപഭാവമായി മാറുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനും ഈ ദൈവകരുണയുടെ ഉറവിടമായ, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ പരിശുദ്ധ കുർബാനയിലേക്ക് അത് നയിക്കുന്നു എന്നുള്ളതും അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ നയിക്കുകയും, പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവകരുണയുടെ വെളിപ്പെടുത്തി തന്നെ വിശുദ്ധ ഫൗസ്റ്റീനയോട് കർത്താവ് തന്നെ പറഞ്ഞതനുസരിച്ച് കുരിശിൽ കിടന്നപ്പോൾ എന്റെ പാർശ്വം തുറക്കപ്പെട്ട് ആ പാർശ്വത്തിൽ നിന്നൊഴുകിയ രക്തത്തിന്റെയും വെള്ളത്തിന്റെയും ഉറവിടം, അവിടെ നിന്നാണ് പരിശുദ്ധ കുർബാന തന്നെ ഉണ്ടായതെന്നാണ് ഈശോ പറയുന്നത്. ഈശോയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡയറിയിൽ 367 നിറഞ്ഞൊഴുകുന്ന കരുണയുടെ സ്രോതസ്സിൽ നിന്ന് അവർക്ക് വേണ്ടിയാണ് രക്തവും വെള്ളവും പുറപ്പെടുന്നതെന്നും അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ കരുണയുടെ രാജാവായി സക്രാരിയിൽ വാഴുന്നത്. നോക്കാം, അപ്പം അവർക്ക് വേണ്ടിയാണ്. ഫോർ ദം ഐ ഡ്വെൽ ഇൻ ദ ടാബർനാക്കിൾ ആസ് കിങ് ഓഫ് മേഴ്സി എന്നാണ്. അപ്പം ഈ കരുണയുടെ രാജാവായിട്ട് പരിശുദ്ധ കുർബാനയുടെ രൂപത്തിൽ അവിടെ നിന്ന് സക്രാരിയിൽ മറിഞ്ഞിരിക്കുന്നു. അപ്പം ഈ സക്രാരിയിലേക്കാണ്, ഈ അപ്പത്തിന്റെ രൂപത്തിലേക്കാണ്, ദിവ്യ കാരുണ്യത്തിലേക്കാണ് എല്ലാ ഫോംസ് ഓഫ് ഡിവോഷൻ, കരുണയുടെ ഭക്തി രൂപങ്ങൾ മാറേണ്ടതാണ്. ഈ ഭക്തിരൂപം എന്ന് പറയുമ്പോൾ, ഫോംസ് ഓഫ് ഡിവോഷൻ എന്ന് പറയുമ്പോൾ, അതിന്റെ ഈ ഫോം ഓഫ് ഡിവോഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിനോടനുബന്ധിച്ച് ഒരു വാഗ്ദാനവും നൽകപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പം അങ്ങനെ വന്നാലാണ് ഇറ്റ് ബിക്കംസ് എ ഫോം ഓഫ് ഡിവോഷൻ, അല്ലെങ്കിൽ അത് ഫോം ഓഫ് ഡിവോഷൻ ആയില്ല. അപ്പം ഒരു കാര്യം അത് പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ നയിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് നമ്മെ നയിക്കുന്ന ഒന്നാണ്. ദൈവത്തിന്റെ കരുണയെ അനുഭവിക്കാൻ അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ ഇടയാക്കുന്ന ഒരു വഴിയാണത്. അതോടുകൂടെ തന്നെ ദൈവ കരുണയുടെ ആ രൂപത്തെ, കരുണയുടെ ഭക്തിരൂപം എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് ഒരു വാഗ്ദാനവും നമ്മുടെ കർത്താവ് തന്നിട്ടുണ്ടാകും. നമ്മൾ ഈ കരുണയുടെ ഡയറിയിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഔദ്യോഗികമായിട്ട്, അല്ലെങ്കിൽ അത് വളരെ ക്ലാസിക്കലായിട്ട് പറയുന്നത് 5 കാര്യങ്ങളാണ്. 5 ഫോം ഓഫ് ഡിവോഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു 5 ഭക്തി രൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. 1, ഇമേജ് ഓഫ് ഡിവൈൻ മേഴ്സി, ദൈവകരുണയുടെ ചിത്രം. രണ്ടാമത്തത്
ദൈവകരുണയുടെ തിരുനാളാണ്. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാൾ, അതും ഒരു ഭക്തിരൂപമാണ്. മൂന്നാമത്തത് ദൈവകരുണയുടെ ജപമാലയാണ്. നാലാമത്തത് ദൈവകരുണയുടെ നൊവേനയാണ്. അഞ്ചാമത്തത് ദൈവകരുണയുടെ മണിക്കൂർ. ഇതാണ് ക്ലാസിക്കലായിട്ട് പറയപ്പെടുന്ന 5 എണ്ണം. ഡയറിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിശക്തമായിട്ട് കാണുന്ന 2 ഭക്തിരൂപങ്ങൾ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. 2 ഭക്തിരൂപങ്ങൾ കൂടെ, അതും ഇതുപോലെ തന്നെ ഈ ദൈവകരുണയുടെ ചിത്രവും ദൈവകരുണയുടെ നൊവേനയും ദൈവകരുണയുടെ ജപമാലയും അല്ലെങ്കിൽ തിരുനാളും ദൈവകരുണയുടെ മണിക്കൂറും പോലെ തന്നെ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഒന്നാമത്തത് സ്പ്രെഡിങ് ഓഫ് ഡിവൈൻ മേഴ്സി, ദൈവകരുണയുടെ പ്രചാരണം, അത് ഒരു ഭക്തി രൂപമായിട്ട് തന്നെയാണ്. മറ്റൊന്നത് വർക്ക്സ് ഓഫ് മേഴ്സി, ദൈവകരുണയുടെ പ്രവർത്തികൾ. കാരണം അതെല്ലാം ഈ മുമ്പ് പറഞ്ഞ പോലെ അതുമായി ബന്ധപ്പെട്ട് വാഗ്ദാനങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതെല്ലാം ദൈവത്തിന്റെ കരുണയിലേക്ക്, പരിശുദ്ധ കുർബാനയിലേക്ക് തന്നെ നമ്മെ നയിക്കുന്നതുമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം ഒരു 7 ഭക്തിരൂപങ്ങളെങ്കിലും നമുക്ക് ഈ ഡയറി കുറിപ്പുകളിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ദൈവകരുണയുടെ ഈ ഭക്തി രൂപങ്ങളൊക്കെയും ഈ ഭൂമിയിൽ ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് സ്വർഗത്തിലെത്തുന്നത് വരെ, സ്വർഗത്തിലെത്തി അവന്റെ മരണത്തിന് ശേഷം സ്വർഗത്തിലെത്തിച്ചേരുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ അവന് അനുധാവനം ചെയ്യാനായിട്ട്, അവൻ അനുഭവിക്കാനായിട്ട്, അവന് സ്വീകരിക്കാനായിട്ട് ഉള്ള ദൈവകരുണയുടെ വഴികളാണ് ഈ ഫോംസ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു 7 കരുണയുടെ ഭക്തിരൂപങ്ങളെ കുറിച്ച് നമ്മൾ ഓരോ ക്ലാസ്സുകളിൽ നമുക്ക് അതിനെ ധ്യാനിക്കാം. അതിനോടനുബന്ധിച്ച് ഈ ഭക്തിരൂപങ്ങളോട് ചേർന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രോമിസസ്, ദൈവകർത്താവ് ഉറപ്പ് തന്നിട്ടുള്ള വാഗ്ദാനങ്ങളെ കുറിച്ച് കൂടി നമുക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് പഠിക്കാനായിട്ട് പരിശ്രമിക്കാം. എല്ലാവർക്കും ഡയറി കുറിപ്പുകൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഡയറി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും, ഇംഗ്ലീഷോ മലയാളമോ ഏതായാലും ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പം പറയുന്ന ഡയറി കുറിപ്പുകളിലെ നമ്പറുകൾ നിങ്ങൾ പിന്നീടാണെങ്കിലും ആവർത്തിച്ച് അത് ധ്യാനിക്കുന്നതും അത് പഠിക്കുന്നത് നല്ലതാണ്. അതിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇതാണ് നമുക്ക് ഉറവിടം. ഈ ദൈവകരുണയുടെ ഭക്തിരൂപങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറയാനായിട്ടുള്ള വലിയ ഉറവിടം എന്ന് പറയുന്നത് ഈ ദൈവകരുണയുടെ ഡയറി കുറിപ്പ് തന്നെയാണ്. നമുക്ക് ആദ്യത്തെ ഭക്തിരൂപമായ കരുണയുടെ ചിത്രത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. കരുണയുടെ ചിത്രം എന്ന് പറയുന്നത് നിങ്ങളൊക്കെയും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇതിന്റെ ഒറിജിനൽ ചിത്രം എന്ന് പറയപ്പെടുന്ന ചിത്രം. അപ്പൊ ഈ ചിത്രം ആണ് വിശുദ്ധ ഫൗസ്റ്റീന ഒരു പെയിന്ററിന്റെ അടുത്ത് പോയി വരപ്പിച്ച്, കർത്താവിന്റെ ആഹ്വാനപ്രകാരം വരപ്പിച്ച ചിത്രമാണ് ഈ കരുണയുടെ ഈ ചിത്രം. അപ്പം ഈ ചിത്രത്തിന് ശേഷം പിന്നീട്, കാരണം ഫൗസ്റ്റീന മരിക്കുന്ന സമയത്തൊക്കെ ഈ ചിത്രമായിരുന്നു ഫൗസ്റ്റീന വരപ്പിച്ച ചിത്രം. അവള് പറഞ്ഞതും അവള് കണ്ട ഈശോയുടെ ആ ചിത്രമൊന്നും അവിടെ വരാത്തത് കൊണ്ട് അവൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. അവിടെയുള്ള സിസ്റ്റേഴ്സ്, അവളുടെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള ഈ ചിത്രം ഒരു വരപ്പിച്ചതാണ്. ഈ കരുണയുടെ മിറാക്കുലസ് ഇമേജ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന് പറയപ്പെടുന്നത് ഈ ചിത്രത്തെയാണ്. ദൈവകരുണയുടെ അത്ഭുത ചിത്രം എന്ന് പറയുന്നത് ഇതിനെയാണ്. എന്നാൽ വിശുദ്ധ ഫൗസ്റ്റീന വരച്ചത് ഞാൻ ഈ പറഞ്ഞതുപോലെ അവളുടെ പക്ഷെ ഇത് അവൾ 10 പ്രാവശ്യത്തോളം ഈ ചിത്രകാരന്റെ അടുത്ത് പോയി അത് വരപ്പിച്ചെങ്കിലും അവൾ മനസ്സിൽ കണ്ടത്തോളം, അല്ലെങ്കിൽ അവൾ കണ്ട ഈശോയുടെ ആ മനോഹാരിതയൊന്നും ഈ ചിത്രത്തിൽ വന്നില്ല എന്നൊക്കെ അവൾ വിലപിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ഈ ഡയറി കുറിപ്പിൽ കാണുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിലൂടെ നമ്മൾ കാണുന്ന ദൈവകരുണയുടെ ഭക്തി രൂപങ്ങളിലെ ഒന്നാമത്തതും പ്രധാനപ്പെട്ടതുമായ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, കർത്താവിന്റെ കരുണയുടെ ചിത്രത്തെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് ഒന്ന് പഠിക്കാം. ഇത് ആദ്യമായിട്ട് ഫൗസ്റ്റീനായോട് നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവളോട് ഈ കരുണയുടെ ചിത്രത്തെക്കുറിച്ച് ആദ്യമായി പറയുന്നത് 1931 അവൾക്ക് ഒരു ദർശനത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് അവളോട് പറയുന്ന കാര്യമാണ്. ഇത് ഈ കരുണയുടെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ വലതുകരം ഉയർത്തിപ്പിടിച്ച നിലയിലും ഇടതുകരം ഈ ഹാർട്ടിനോട് ചേർന്നുള്ള, ഹൃദയത്തോട് ചേർന്നുള്ള
കുപ്പായത്തിന്റെ അടുത്തോട്ട് വെച്ചും കയ്യിൽ അവിടെ വെച്ചും അവിടെ നിന്ന് 2 രശ്മികൾ പുറപ്പെടുന്നതും ആ രശ്മികൾ ഒന്ന് വിളറിയത് അല്ലെങ്കിൽ വെളുത്തതെന്ന് പറയാം, അല്ലെങ്കിൽ രണ്ടാമത്തത് ചുവന്നതുമായ 2 രശ്മികൾ അവള് ആ ചിത്രത്തിലേക്ക് വളരെ വളരെ എന്താണ് സൈലന്റ് ആയിട്ട് മൗനത്തില് വളരെ ആഴമായ നിശബ്ദതയില് അവൾ ഈ ഈശോയെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ ഹൃദയത്തിൽ എന്താണ് ഒരു ഭയവും എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ഒരു ഭയസ്നേഹ ബഹുമാനങ്ങൾ അവളുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ അവളോട് പറഞ്ഞ വാക്കാണ് ഡയറിയിൽ നമ്മൾ കാണുന്നത്. 47 കർത്താവ് അവളോട് പറയുന്നത് ഇങ്ങനെയാണ്: വൈകിട്ട് ഞാനൊരു മുറിയിലായിരുന്നപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഈശോദാസനെ ഞാൻ കണ്ടു. ഒരു കൈ അനുഗ്രഹിക്കുന്ന രീതിയിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു, മറ്റേ കൈ മാറിടത്തിൽ വസ്ത്രത്തെ തൊട്ടിരുന്നു. മാറിടത്തിൽ വസ്ത്രത്തിന്റെ തുറന്നിരിക്കുന്ന ഭാഗത്തു നിന്ന് 2 വലിയ രശ്മികൾ പുറത്തേക്ക് ബഹിർഗമിക്കുന്നു. ഒരെണ്ണം ചുവന്നതും മറ്റത് വെള്ളയുമായിരുന്നു. നിശബ്ദമായി ഞാൻ കർത്താവിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചു നിന്നു. എന്റെ ആത്മാവ് ഭയഭക്തി ബഹുമാനങ്ങളാൽ സ്തംഭിച്ചുപോയി. എന്നാൽ ഞാൻ സന്തോഷവതിയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഈശോ എന്നോട് പറഞ്ഞു, നീ ഈ കാണുന്നത് പോലെ ഒരു ഛായാചിത്രം ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്നോ കയ്യൊപ്പോടെ വരയ്ക്കുക. നോക്കാം. അപ്പൊ ഇതാണ് ആദ്യമായിട്ട് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കിട്ടിയ ഒരു ഈശോയിൽ നിന്ന് കിട്ടിയ ഒരു ആഹ്വാനമാണ്. വരയ്ക്കുക. ഇപ്പം നീ കാണുന്നു. അപ്പം ആ കാണുന്ന രൂപം വെച്ചിട്ടാണ് അവളപ്പോൾ പിന്നീട് വരയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ആ കണ്ണുകളെ കുറിച്ചും ഈശോയുടെ നോട്ടത്തെ കുറിച്ചൊക്കെ അവള് പിന്നീട് പറയുന്നുണ്ട്. ഈശോ തന്നെയും പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. ഇത് കഥ പറയാണ്, ഈ ചിത്രം ആദ്യം നിങ്ങളുടെ ചാപ്പലിലും എന്ന് പറഞ്ഞാൽ മഠത്തിന്റെ ചാപ്പലിലും പിന്നീട് ലോകം മുഴുവനിലും വണങ്ങപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് പറയുന്നത് 1931. അപ്പൊ 1931 പാവപ്പെട്ട ഒരു കന്യാസ്ത്രീയോട്, അതായത് ഫൗസ്റ്റീന എന്ന് പറയുന്ന 3ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയോട്, ലോകത്തെങ്ങും പോകാത്ത ഒരു കന്യാസ്ത്രീയോട്, മരണം വരെയും ലോകത്ത് വേറെ ഒരു സ്ഥലത്തും പോയിട്ടില്ല, വേറെ ഒരു രാജ്യത്തും പോയിട്ടില്ലാത്ത ഈ സിസ്റ്റർ ഫൗസ്റ്റീനായോട് കർത്താവ് ഇപ്രകാരം ഒരു ആഹ്വാനമാണ്: ഇത് ലോകമെമ്പാടും ഇത് വണങ്ങപ്പെടണം. ആദ്യം നിങ്ങളുടെ മഠത്തിന്റെ ചാപ്പലിലായിരിക്കട്ടെ, അതിനുശേഷം ലോകമെമ്പാടും ഈ ചിത്രം വണങ്ങപ്പെടണം എന്നുള്ളതാണ്. അപ്പം ദ വെനറേഷൻ ഓഫ് ദിസ് ഇമേജ് എന്ന് പറയുന്നത്, ഈ ചിത്രത്തിന്റെ വണക്കം എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന, കർത്താവ് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് എന്ന് വരികയാണ്. നമ്മൾ ഈ ഡയറി കുറിപ്പ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കാം. ഡയറിയുമായിട്ട് പരിചയമുള്ള എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ചിത്രത്തെ ഈ ഡയറി കുറിപ്പില് ബോൾഡ് ലെറ്ററിൽ കറുത്ത ബോൾഡ് ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സിൽ കാണുന്നതെല്ലാം ഈശോയുടെ വാക്കുകളാണ്, നമ്മുടെ കർത്താവിന്റെ വാക്കുകളാണ്. ബാക്കിയുള്ളതെല്ലാം ഫൗസ്റ്റീന എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്, അവളുടെ അനുഭവങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഈശോയുടെ വാക്കുകളായിട്ട് കാണുന്നതെല്ലാം അല്പം ബോൾഡ് ലെറ്റേഴ്സിൽ നമ്മളിവിടെ കാണുന്നതാണ്. ഈ പറയുന്നതൊക്കെയും ഈശോയുടെ വാക്കുകളാണ്. അതുകൊണ്ട് നമുക്കത് ബൈബിൾ പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ബൈബിളിൽ ഈശോ പറഞ്ഞ അല്ലെങ്കിൽ ഈശോയുടെ വാക്കുകൾ പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതാണ് ഈ വാക്കുകൾ തന്നെ. ഇതും ഈശോയുടെ വാക്കുകൾ തന്നെയാണ്. അപ്പം ഈ കാലഘട്ടത്തിലേക്ക് ഈശോ നൽകുന്ന ഒരു ആഹ്വാനം, വിശുദ്ധ ഫൗസ്റ്റീനായുടെ കർത്താവ് നൽകുന്ന ഒരു ആഹ്വാനമാണ്: ഈ ചിത്രം വരയ്ക്കണം, ഛായാചിത്രം വരയ്ക്കണം. അതിനുശേഷം ഈ ചിത്രം ആദ്യം നിന്റെ മഠത്തിൽ വയ്ക്കണം, അതിനുശേഷം ലോകമെമ്പാടും ഈ ചിത്രം വരക്കണം. ഞാൻ ഓർക്കുകയാണ് 1931 ഇങ്ങനെ ഒരു ആഹ്വാനം ഫൗസ്റ്റീനയോട് പറയുമ്പോൾ, ഇങ്ങനെ ഒരു ചിത്രം വണങ്ങപ്പെടുന്ന ഒരു അനുഭവത്തെ കുറിച്ച് നമുക്ക് വിശ്വാസം വന്നോ എന്ന് നമുക്കൊന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെ വിശുദ്ധ ഫൗസ്റ്റീന മരിക്കുന്നതിന് മുമ്പ് ഈ ചിത്രം വരയ്ക്കുകയും ഇതിന്റെ കോപ്പികൾ എടുക്കുകയും ഈ കോപ്പികൾ ഇതുപോലെ പടം അടുപ്പിച്ച് അനേകർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അത് അവൾ മരിക്കുന്നതിന് മുമ്പ് 1938 അവൾ മരിക്കുന്നു. ആ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈശോയുടെ ആഹ്വാനം ഇതാണ്, ഈശോയുടെ ആവശ്യം ഇതാണ്: ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്നുള്ള കൈവപ്പോടെ വേണം വരയ്ക്കാനായിട്ട്. അപ്പം എല്ലാ ചിത്രത്തിന്റെയും അടിയിൽ ഉണ്ടാവും ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്നുള്ള വാക്ക് വേണം. ഇതില്ലെങ്കിൽ ഈ ചിത്രം പൂർണ്ണമല്ലെന്നുള്ളതാണ്. അപ്പം കരുണയുടെ ചിത്രത്തിൽ ചിലരുണ്ട് വേറെ ചില വാക്കുകൾ വെക്കാറുണ്ട്.
ദൈവം സ്നേഹമാകുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലർ വേറെ ചില അടിക്കുറിപ്പുകൾ വെക്കും. നല്ല മെച്ചപ്പെട്ടതെന്ന് അവർക്ക് തോന്നുന്നത്. മെച്ചപ്പെട്ടത് എന്താണ് നമുക്ക് തോന്നുന്ന വേറെ പലതും കാണും. പക്ഷെ ദൈവകരന്റെ ചിത്രം എന്ന് ആകാനായിട്ട് അതിന്റെ അടിയിലുണ്ടാകേണ്ട സിഗ്നേച്ചർ ആയിട്ടാണ്, ഒപ്പായിട്ടാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്, ഈ യേശുവെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള ഒരു കയ്യൊപ്പോ സിഗ്നേച്ചർ അതും വേണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അപ്പം ഈ ഒരു ഛായാചിത്രം, ഇപ്പം ഞാൻ ഈ വാഗ്ദാനങ്ങൾ ഇതിനോടനുബന്ധിച്ചുള്ള പ്രോമിസസ് അതും ഇതിന്റെ കൂടെ പറയും. നിങ്ങൾ പിന്നീട് പഠിക്കുമ്പോൾ അത് വേറിട്ട് രണ്ടാക്കി എടുത്താൽ മതി. ഞാൻ ഇതിന്റെ കൂടെ തന്നെ അത് പറഞ്ഞു പോകും. പിന്നീട് ചിലപ്പം നമുക്ക് പറ്റുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറയും. അല്ലെങ്കിൽ ഈ ക്ലാസിന്റെ ഇടയ്ക്ക് തന്നെ ഈ ഛായാചിത്രം വണങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ ഇതിന്റെ അകത്ത് പറഞ്ഞു പോകും. അപ്പൊ നിങ്ങളത് നോട്ട് ചെയ്ത് അത് പിന്നീട് രണ്ടാക്കി എടുത്താൽ മതി. അപ്പം ഈ ഛായാചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈശോ തന്നെ പറയുന്ന ഡയറി കുറിപ്പിൽ 48ാമത്തെ ഖണ്ഡികയില് ഈശോ പറയുന്ന കാര്യം കൂടെ നമുക്ക് കേൾക്കാം. ഈശോ ഇങ്ങനെയാണ് പറയുന്നത്: ഈ ഛായാചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോകില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു. അപ്പം ഒന്നാമത്തെ വാഗ്ദാനം ഇവിടെ വന്നു കഴിഞ്ഞു. ഈ ഛായാചിത്രം വണങ്ങുന്നവരെ, ഇത് വണങ്ങുക എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഛായാചിത്രത്തെ നമ്മുടെ ഭവനങ്ങളിൽ, പ്രാർത്ഥനാ മുറിയിൽ, അല്ലെങ്കിൽ വീടിന്റെ പ്രഥമ ഒരു സ്ഥലത്ത് ഇത് വയ്ക്കുകയും വെഞ്ചിരിച്ച് വയ്ക്കുകയും വർഷാവർഷം ഈ ചിത്രത്തെ വെഞ്ചിരിക്കുകയൊക്കെ ചെയ്ത് അതിന്റെ മുമ്പിൽ വണങ്ങുന്നതും പ്രാർത്ഥിക്കുന്നതും, അല്ലെങ്കിൽ അങ്ങനെ ആ ഈശോയുടെ ചിത്രത്തെ വണങ്ങിക്കൊണ്ട് കർത്താവിന്റെ കരുണയെ നമ്മൾ അനുഭവിക്കാനും ഈ കരുണയും പകർന്നു കൊടുക്കാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കുന്നതിലൂടെയാണ് വെനറേഷൻ ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് നടക്കുന്നത്. അങ്ങനെയാണ്. അപ്പം ഈ ചിത്രത്തെ വണങ്ങുന്നവർക്ക് എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഒന്നാമത്തെ കാര്യം, അവരുടെ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അപ്പം ദൈവങ്ങളുടെ ചിത്രത്തെ യഥാർത്ഥത്തിൽ വണങ്ങുന്നവരുടെ ആത്മാവ് നശിക്കുകയല്ല, ഒരിക്കലും നശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് നരകത്തിൽ നിവൃത്തിക്കുകയില്ല എന്നുള്ള വലിയൊരു വാഗ്ദാനമാണ്. എത്രയോ വലിയൊരു ഉന്നതമായ വാഗ്ദാനമാണത്. അപ്പം ഈ ദൈവകരുണയുടെ ചിത്രത്തെ വേണ്ട വിധത്തിൽ, എവിടെയെങ്കിലും ഒരു ചിത്രം വെച്ചു, എന്നിട്ട് വീട്ടിലൊരു ചിത്രം വെച്ചു, എന്നിട്ട് പിന്നെ അതിനെ വേണ്ട വിധത്തിൽ സ്നേഹിക്കാതെ കർത്താവിന്റെ കരുണയെ ധ്യാനിക്കാതെ പോയതുകൊണ്ട് അതിനുകൊണ്ട് വണക്കമാകുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ വേണ്ട വിധത്തിൽ ഈ കരുണയുടെ ചിത്രത്തെ വണങ്ങുകയും കരുണയുടെ തിരുനാൾ ദിവസം, അതാണ് കർത്താവ് ഈശോ തന്നെ പറഞ്ഞത്, കരുണ തിരുനാൾ ദിവസം ആഘോഷമായിട്ട് വെഞ്ചിരിക്കണമെന്നൊക്കെയാണ്. വൈദികരെ വെഞ്ചിരിക്കേണ്ടതാണ് എങ്കിൽ തന്നെയും അങ്ങനെ വെഞ്ചിരിക്കുകയും അങ്ങനെ വെഞ്ചിരിച്ച ആ ചിത്രം വണങ്ങി നമ്മുടെ ഭവനങ്ങളിൽ വെക്കുകയും അതിന് മുമ്പിൽ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ദൈവകരുണയെ ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ കരുണയുടെ ഡയറി കുറിപ്പുകൾ വായിക്കുന്നത്, അങ്ങനെ കർത്താവിന്റെ കരുണയിലേക്ക് നമ്മൾ അല്പം കൂടി അടുക്കുന്നത്, ഇതാണ് യഥാർത്ഥമായ വണക്കം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ദൈവകരുണയെ വണങ്ങുന്നവർക്ക് അവരുടെ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകില്ല എന്ന് ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്. രണ്ടാമത്തെ വാഗ്ദാനം, ഈ ലോക ജീവിതത്തിലും പ്രത്യേകിച്ച് മരണസമയത്തും ആ ആത്മാവിന് ശത്രുക്കളുടെ മേൽ വിജയം നൽകുമെന്ന് കൂടെ ഞാൻ വാഗ്ദാനം ചെയ്തു. അപ്പം നമ്മൾ നോക്കുക, ഈ ദൈവകരുണയുടെ ചിത്രത്തെ വണങ്ങുന്നതിലൂടെ കിട്ടുന്ന വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ കുറച്ച് പണമോ സമ്പത്തോ വീട് വെക്കാനുള്ള അങ്ങനത്തേത് എന്നതിന് അപ്പുറത്ത് നിത്യത ഉറപ്പാക്കുന്ന ചില വാഗ്ദാനങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ പറഞ്ഞല്ലോ, അവരുടെ ആത്മാവ് ഒരിക്കലും നശിക്കുകയില്ല. രണ്ടാമത് പറയുന്നത്, ഈ ലോക ജീവിതത്തിലും പ്രത്യേകിച്ച് മരണസമയത്തും ആ ആത്മാവിന് അതിന്റെ ശത്രുക്കളുടെ മേൽ വിജയം നൽകും എന്ന് കർത്താവ് ശക്തമായിട്ട് പറയാം. ഐ മൈസെൽഫ് വിൽ ഡിഫെൻഡ് ഇറ്റ് ആസ് മൈ ഓൺ ഗ്ലോറി. അപ്പം വലിയൊരു ഡിഫൻസ് കർത്താവ് ഈ കരുണ ചിത്രത്തെ വണങ്ങുന്നവർക്ക് കർത്താവ് നൽകുന്നു. തിന്മയുടെ ശക്തികൾ, ദുഷ്ടശക്തികള്, ശത്രുക്കള് ആക്രമിക്കുന്ന സമയത്ത് ദൈവകരുണ ചിത്രത്തെ വണങ്ങുന്ന വ്യക്തികൾക്ക് കർത്താവ് തന്നെ വലിയൊരു സംരക്ഷണ വലയം നൽകും. അവർക്ക് മരണസമയത്താണ് ഏറ്റവും കൂടുതൽ പിശാച് എന്ന ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, അത് പറയണമെങ്കിൽ അതും തന്നെ വലിയൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് അപ്പം നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ പല സമയത്ത് നമുക്ക് പൈശാചികമായ ശല്യങ്ങളും ശത്രുവിന്റെ ആക്രമണങ്ങളും ഉണ്ടാകുന്നുണ്ട്. രോഗത്തിന്റെ സമയത്ത്, തകർച്ചകളുടെ സമയത്ത്, സമ്പത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന സമയത്തും പിശാചിന്റെ ആക്രമണം ഉണ്ടാകും. നല്ല ആരോഗ്യമുള്ളപ്പം ദൈവത്തെ തള്ളിക്കളയാനുള്ള പ്രലോഭനം പിശാച് കൊണ്ടുവരും. അങ്ങനെ പല വിധത്തിൽ പിശാച് നന്മയുടെയും തിന്മയുടെയും ഒക്കെ രൂപത്തിൽ, അല്ലെങ്കിൽ നമുക്ക് നല്ലതായതെന്നും തിന്മയായത് നൽകപ്പെടുന്ന, അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ആ കാലഘട്ടത്തിലൊക്കെ ഈ പിശാച് നമ്മളെ ആക്രമിക്കുന്ന ഒരു സാധ്യത ഉള്ളതാണ്. അപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെയും ഈ പിശാചിന്റെ
ആക്രമണത്തിൽ നിന്ന് നമുക്ക് വിജയം നൽകാനായിട്ട് ഈ കരുണയുടെ ചിത്രത്തെ വണങ്ങുന്നവർക്ക് സാധിക്കുമെന്നുള്ള ഒരു വാഗ്ദാനം കർത്താവ് നൽകാൻ. അപ്പൊ അത് സുപ്രധാനമായ ഒരു കാര്യമാണ് നമ്മുടെ പ്രത്യേകിച്ച് മരണസമയത്ത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ മരണസമയമാണ് ഒരു വ്യക്തിയുടെ ശരീരവും മനസ്സും ആത്മാവും ഒക്കെ വളരെ പരിക്ഷീണിതമാകുന്ന ഒരു സമയമാണ് മരണസമയം എന്ന് പറയുന്നത്. ഈ മരണസമയത്ത് തന്നെ ദൈവത്തിന്റെ വലിയ സംരക്ഷണം, അതാ പറയുക, ഐ മൈസെൽഫ് വിൽ ഡിഫെൻഡ് ഇറ്റ് ആസ് മൈ ഓൺ ഗ്ലോറി എന്ന് പറയാം. സ്വന്തം മഹത്വമായി ഞാൻ അതിനെ സംരക്ഷിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി തന്നെ ദൈവം മരണസമയത്ത് അതുപോലെ ജീവിതകാലത്തും ഈ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ആത്മാവിന് സംരക്ഷണം നൽകും എന്നാണ് പറയുന്നത്. അപ്പം മരണസമയത്ത് ഏറ്റവും പരിക്ഷീണിതമായ അവസ്ഥയിൽ ഈ ഒരു വലിയ സഹായം നമുക്ക് ലഭിക്കാനായിട്ട് ഉതകുന്ന ഒന്നാണ്. ദൈവത്തിന്റെ കരുണ സ്വീകരിക്കാൻ നമുക്ക് ഇടയാകുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ ദൈവത്തിന്റെ കർത്താവിന്റെ കരുണയുടെ ചിത്രത്തെ വണങ്ങുക എന്നതിലൂടെ ഒരു വ്യക്തി നേടിയെടുക്കുന്ന ഒരു കാര്യം. വീണ്ടും കർത്താവ് പറയുകയാണ്, ഡയറിയില് 327 കർത്താവ് ഇങ്ങനെ പറയുകയാണ്, കരുണയുടെ ഉറവിടത്തിൽ നിന്ന് കൃപകൾ സ്വീകരിക്കാൻ സമീപിക്കേണ്ട ഒരു പാത്രമാണ് ഞാൻ മനുഷ്യർക്ക് നൽകുന്നത്. അപ്പം കരുണയുടെ ഉറവിടത്തിൽ നിന്ന് കൃപകൾ സ്വീകരിക്കാനായിട്ട് ഞാൻ നൽകുന്ന ഒരു പാത്രമാണ് ഞാൻ മനുഷ്യർക്ക് നൽകുന്നത്. ആ പാത്രം ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പോടുകൂടിയ ഈ ചിത്രമാണ്. അപ്പൊ നോക്കുക, കർത്താവിന്റെ കരുണയുടെ ചിത്രത്തെ ഒരു പാത്രം പോലെയാണ്. കാരണം ഈ പാത്രത്തിലേക്ക് കരുണയുടെ കൃപകൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളത്. കരുണയുടെ ചിത്രത്തെ കുറിച്ച് ഭൗഷ്യനായുടെ ആത്മീയ പിതാവായ മൈക്കിൾ സൊപ്പോച്ചോ അച്ഛൻ ഈ 2 രശ്മികളിലേക്ക് അർത്ഥം ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ ചോദിച്ചതാണ് 299. അവിടെ പറയുന്നുണ്ട്, ഒരവസരത്തിൽ എന്റെ കുമ്പസാരക്കാരൻ ചിത്രത്തിൽ 2 പ്രകാശരശ്മികളുടെ അർത്ഥമെന്തെന്ന് ഈശോയോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ കർത്താവിന് ചോദിക്കാം. പിന്നെ കർത്താവിന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് കിട്ടിയ ഉത്തരമാണ്, ഞാൻ വായിക്കാം. ഈ 2 പ്രകാശരശ്മികൾ രക്തത്തെയും വെള്ളത്തെയും സൂചിപ്പിക്കുന്നു. മങ്ങിയ നിറമുള്ള രശ്മികൾ ആത്മാവിനെ നീതീകരിക്കുന്ന വെള്ളത്തെയും, മങ്ങിയ എന്ന് പറഞ്ഞാൽ പെയിൽ റേ എന്നുള്ളതിന്റെയാണ്. പെയിൽ റേ, വെള്ള എന്ന് ചിലർക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, 2 പേരൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് വന്നായിരിക്കാം. വെള്ള രശ്മി എന്ന് പറയുന്നത് വെള്ളയല്ല, വൈറ്റ് എന്നല്ല, പെയിൽ റേ ആണ്. വിളറിയ രശ്മി എന്നാണ് പറയാവുന്നത് നമുക്ക്. അപ്പം വിളറിയ നിറമുള്ള രശ്മികൾ ആത്മാക്കളെ നീതീകരിക്കുന്ന വെള്ളത്തെയും ചുവന്ന രശ്മികൾ ആത്മാക്കളുടെ ജീവനായ രക്തത്തെയും സൂചിപ്പിക്കുന്നു. കുരിശിൽ എന്റെ പീഡിപ്പിക്കപ്പെട്ട ഹൃദയം കുന്തത്താൽ കുത്തി പിളർത്തപ്പെട്ടപ്പോൾ എന്റെ മൃദുലമായ കരുണയുടെ ആഴത്തിൽ നിന്ന് ഈ 2 രശ്മികൾ ബഹിർഗമിച്ചു. എന്റെ പിതാവിന്റെ കോപത്തിൽ നിന്ന് ആത്മാക്കളെ മറയ്ക്കുന്ന പരിചയമാണ് ഈ രശ്മികൾ. കണ്ടോ? അപ്പം ഈ രശ്മികളെ കുറിച്ച് തന്നെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ ഈശോ തന്നെ പറഞ്ഞു. എന്റെ പിതാവിന്റെ കോപത്തിൽ നിന്ന് ആത്മാക്കളെ മറയ്ക്കുന്ന പരിചയമാണ് ഈ രശ്മികൾ. കാരണം അതുകൊണ്ടാണ് ഈ രശ്മികളിൽ നമ്മൾ അഭയം പ്രാപിക്കുമ്പോൾ പിതാവിന്റെ കോപം, പാപം മനുഷ്യകുലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആ കോപം, ദൈവത്തിൽ നിന്ന് മനുഷ്യന്റെ ആത്മാവ് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അകന്നു പോയപ്പോഴുണ്ടാകുന്ന ആ ഒരു കോപം, അതിനെ നീക്കാനായിട്ട് പറ്റുന്നതാണ് ഈ വെള്ളവും ഈ രക്തവും എന്നർത്ഥം. ഈ 2 രശ്മികൾ ഈ രക്ഷാസങ്കേതത്തിൽ വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഈ രക്തത്തിലും വെള്ളത്തിലും വസിക്കുന്നവർ സന്തോഷവാൻ എന്തെന്നാൽ ദൈവത്തിന്റെ നീതിയുടെ കരങ്ങൾ അവന്റെ മേൽ പതിക്കുകയില്ല. ജസ്റ്റിസ് ഓഫ് മേഴ്സി, അത് ദൈവത്തിന്റെ നീതി അവരുടെ മേൽ പതിക്കാതെ പോകും. വീണ്ടും പറയുന്നു, ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ച ദൈവകരുണ തിരുനാളായി ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ബാക്കി അങ്ങനെ പോകും. അപ്പം ദൈവകരുണയുടെ ചിത്രത്തിലെ ഈ 2 രശ്മികളെ കുറിച്ച് വീണ്ടും നമുക്ക് പറയുന്നത് ഫൗസ്റ്റീനായോട് കർത്താവ് പറയുന്ന 326, അതിന് തൊട്ട് മുമ്പല്ല 326 പറയുന്നുണ്ട്. ഇതിലുള്ള എന്താണ് ഈശോയുടെ നോട്ടത്തെ കുറിച്ച്, കണ്ണുകളെ കുറിച്ച് തന്നെ ഈശോ പറയുന്നത്, മൈ ഗെയ്സ് ഫ്രം ദിസ് ഇമേജ് ഈസ് ലൈക്ക് ഗെയ്സ് ഫ്രം ദ ക്രോസ്. കുരിശിൽ നിന്നുള്ള നോട്ടം തന്നെയാണ്, കുരിശിൽ കിടന്നുകൊണ്ടുള്ള നോട്ടം തന്നെയാണ് ഈ ചിത്രത്തിൽ നിന്നുള്ള എന്റെ നോട്ടം. അപ്പം ഈശോയുടെ നോട്ടം, അത് കണ്ണുകൾ പ്രധാനപ്പെട്ടതാണ്. കരുണയുടെ ചിത്രത്തിലെ ഈശോയുടെ കണ്ണുകൾ വളരെ, ഈശോ തന്നെ പല പ്രാവശ്യം പറയുന്നുണ്ട്, എന്റെ ചിത്രത്തിലേക്ക്, എന്റെ കണ്ണുകളിലേക്ക് നോക്കുക. എത്ര കരുണയോടെയാണ് കർത്താവ് നോക്കുന്നത്. അപ്പൊ കർത്താവിന്റെ ചിത്രത്തിലെ, കരുണയുടെ ചിത്രത്തിലെ ഈശോയുടെ നോട്ടം എന്ന് പറയുന്നത്
കരുണയോടെ നോക്കുന്ന, നമ്മളെ ക്ഷണിക്കുന്ന ആ വലിയ ഒരു കരുണയുടെ ഉറവിടമാണത്. അപ്പൊ അതാണ് പറഞ്ഞത്, അത് കുരിശിൽ നിന്നാണ്. കുരിശിലെ യേശുവിന്റെ നോട്ടം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. കുരിശിലെ യേശുവിന്റെ നോട്ടം എന്ന് പറയുന്നത് കരുണയോടെ സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് എല്ലാവർക്കും, ലോകം മുഴുവനിലും, അന്ന് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, അതിനു മുമ്പും അതിനുശേഷവും ഒക്കെ വരാനിരിക്കുന്നവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വലിയ കാരുണ്യത്തിന്റെ പ്രവൃത്തിയായിരുന്നത് കുരിശിലെ കുരിശുമരണം എന്ന് പറയുന്നത്. ആ കാൽവരിയിലെ കുരിശുമരണത്തിന്റെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈശോ പറയുന്നത്, ആ കുരിശിൽ നിന്നുള്ള എന്റെ നോട്ടം പോലെ തന്നെയാണ് ഈ ചിത്രത്തിൽ നിന്നുള്ള എന്റെ നോട്ടവും എന്നാണ്. അപ്പം ആ ചിത്രത്തിൽ നിന്നുള്ള നോട്ടം കരുണയുടെ, സ്നേഹത്തിന്റെ, എന്താണ്, നമ്മളോടുള്ള വലിയ ആഴമായ കരുണയുടെ ഒരു നോട്ടം തന്നെയാണത്. അപ്പൊ ഈ കരുണയുടെ ചിത്രത്തെ കുറിച്ച് വീണ്ടും നമ്മൾ കാണുന്നത് 742 നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ വായിക്കുന്ന ഇങ്ങനെയാണ്. അവിടെ ഈശോ തന്നെ പറയുന്നത്, ഈ ചിത്രത്തിലൂടെ, അതിന്റെ ഒരു അവസാന ഭാഗത്താണ് ഈശോ പറയുന്ന വാക്കുകളിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്താണ്. ഈ ചിത്രത്തിലൂടെ മാത്രമല്ല, കരുണയുടെ ഭക്തിരൂപങ്ങളിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്ന ഒരു ഭാഗമാണ് 742 എന്ന് പറയണം. ഇനി അവിടെ ഈശോ പറയുന്ന ഇതാണ്, ഈ ചിത്രത്തിലൂടെ നിരവധി പ്രസാദവരങ്ങൾ ഞാൻ ആത്മാക്കളിലേക്ക് വർഷിക്കും. അപ്പം സാഘോഷം, തിരുനാൾ ആഘോഷിച്ചും ഛായാചിത്രത്തെ വണങ്ങിയുമാണ് കരുണയുടെ തിരുനാൾ ആഘോഷിക്കേണ്ടത്. ഈ ചിത്രത്തിലൂടെ നിരവധി പ്രസാദവരങ്ങൾ ഞാൻ ആത്മാക്കളിലേക്ക് വർഷിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ കരുണയുടെ ചിത്രം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു ചിത്രം പോലെ കാണേണ്ട ഒന്നല്ല എന്നുള്ളതാണ്. ഏതെങ്കിലും എല്ലാ ചിത്രം പോലെ ഒരു സാധാരണ ഒരു ചിത്രമല്ല കരുണയുടെ ചിത്രം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിലൂടെ തന്നെ പ്രസാദപരം, ഗ്രേസസ് എന്നാ പറയുന്നത്. I will, by means of this image, I will grant many graces to souls. ആത്മാവിലേക്ക് അനേക കൃപാവരങ്ങൾ ഈ ചിത്രത്തിലൂടെ ഞാൻ വർഷിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ ചിത്രത്തിലൂടെ നിരവധി പ്രസാദവരങ്ങൾ ഞാൻ ആത്മാവിലേക്ക് ഒഴുക്കും. മാത്രമല്ല, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ ഈ ഛായാചിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തും. കണ്ടോ, കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ, കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് ഒരു കരുണയുടെ ഭക്തിരൂപമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ കരുണയുടെ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഈ ചിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തും. കരുണ ചെയ്യാൻ, അപ്പം ഈ കരുണ സ്വീകരിക്കാൻ മാത്രമല്ല, കരുണ അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല, കരുണയുടെ പ്രവൃത്തികൾ ചെയ്യാനും കൂടെ ഈ കരുണയുടെ ചിത്രം നമ്മളെ ഓർമ്മിപ്പിക്കും എന്ന് ഈശോ വാഗ്ദാനം തരികയാണ്. പിന്നെ ഈ ചിത്രം വരയ്ക്കാനായിട്ട് ഈശോ പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഫൗസ്റ്റീന വരപ്പിക്കാനായിട്ട്, ഈ ചിത്രം വരയ്ക്കാനായിട്ട് ചില ചിത്രകാരന്മാരുടെ അടുത്ത്, പലരുടെ അടുത്ത് പോയി. അങ്ങനെ പോയി കഴിഞ്ഞിട്ടും അതൊന്നും, പലരുടെ അടുത്ത് പല വേർഷൻസിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. അപ്പൊ കർത്താവ് അവസാനം അവള് ഒരെണ്ണം വരച്ചു. വന്നിട്ട് ഈ അവസാനം വരച്ച് കയ്യിൽ കിട്ടിയ സംഭവം അവൾ പല പ്രാവശ്യം, എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 പ്രാവശ്യം കണ്ട് ഈ ചിത്രകാരന്റെ അടുത്ത് പോയി. അപ്പൊ വേണ്ട കറക്ഷൻസ് ഒക്കെ കൊടുത്ത് അവസാനം വരച്ചു കിട്ടിയ ചിത്രം റൂമിൽ വന്നതിന് ശേഷം അവൾ ആദ്യം ചെയ്തത് പൊട്ടിക്കരയാണ്. ഈ ചിത്രത്തെ നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ കണ്ടതുപോലെ ആ മനോഹാരിത ഇതിലൊന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ കരയുമ്പോൾ ഈശോ അവളോട് പറയുകയാണ്, അതുപോലെ പെയിന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതുപോലെ ആർക്കും സാധിക്കുകയില്ല എന്നെ മുഴുവൻ. എന്നിട്ട് ഈശോ പറഞ്ഞൊരു വാക്കാണ്, നോട്ട് ഇൻ ദ ബ്യൂട്ടി ഓഫ് ദ കളർ nor in the brush lies the greatness of this image but in my grace. ഈ ചിത്രത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് കിടക്കുന്നത് ഇതിന്റെ കളറിലോ ബ്രഷിലോ അല്ല, ഈ വരച്ച ബ്രഷിലോ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ചിത്രകാരന്റെ കഴിവിലോ അല്ല, പിന്നെയോ ഈ ചിത്രത്തിൽ തന്നെ കുടികൊള്ളുന്ന ഗ്രേസിലാണ്, എന്റെ പ്രസാദപരത്തിലാണ് എന്ന് ഈശോ പറയാം. ഞാനിപ്പോ പറഞ്ഞ ഉത്തരം പറയുന്നത് ഈശോ പറഞ്ഞത് 313 വീണ്ടും കർത്താവ് 570 ഈശോ വീണ്ടും പറയുന്നുണ്ട്, എന്റെ ഛായാചിത്രം പള്ളിയിൽ പരസ്യമായി പ്രതിഷ്ഠിക്കണം. അത് മഠത്തിനുള്ളിലെ ആവർത്തിക്കുള്ളിൽ സൂക്ഷിക്കാനുള്ളതല്ലെന്ന് നീ കുമ്പസാരക്കാരനോട് പറയണം. ആ ചിത്രത്തിലൂടെ ഞാൻ അനവധി കൃപകൾ ആത്മാവിലേക്ക് ഒഴുക്കും. അതിനാൽ എല്ലാ ആത്മാക്കൾക്കും അതിനെ സമീപിക്കാൻ സാധിക്കണം. നമുക്ക് അപ്പം കർത്താവ് ഈ കരുണയുടെ ചിത്രത്തെ സമീപിക്കാൻ എല്ലാ ആത്മാക്കൾക്കും സാധിക്കണം എന്ന വിധത്തിൽ തന്നെയാണ് ഈശോ ഈ കാര്യം പറയുന്നത്. അപ്പം കരുണയുടെ ചിത്രത്തെ വണങ്ങുക, കരുണയുടെ ചിത്രത്തിന്റെ ചരിത്രവും ഏതാണ്ട് കരുണയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ ചിത്രത്തിന്റെ മർമ്മപ്രധാനമായ ഈ കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം അത് ചിത്രങ്ങൾ കാണുമ്പോൾ അത് യഥാർത്ഥത്തിലുള്ള കരുണയുടെ ചിത്രത്തിന്റെ ലക്ഷണങ്ങളുണ്ടോ എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തത് വെള്ള അങ്കി, വെള്ളലോഹ പോലെയുള്ള ഒരു അങ്കി അണിഞ്ഞ ഈശോയാണ്.
രണ്ടാമത്തെ കാര്യം, ആ ചിത്രത്തിന്റെ ഇടത് കരം ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഇരിക്കേണ്ടത്. വലത് കരം ഉയർത്തിപ്പിടിച്ച് ആശീർവദിക്കാമെന്ന മട്ടിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന രൂപത്തിലാണ്. അങ്ങനെയാണ് ഈശോ പറഞ്ഞതും കാണിച്ചതും. ഇടതുവശത്ത് മാറോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഭാഗത്ത് നിന്നാണ് 2 രശ്മികൾ വരേണ്ടത്. 2 രശ്മികൾ നല്ല ഏതെങ്കിലും രണ്ട് കളർ കൊടുത്താൽ പോരാ. ഒന്ന് വെള്ളയും ഒന്ന് വെള്ള അല്ലെങ്കിൽ വിളറിയതും മറ്റൊന്ന് ചുവന്നതുമാണ്. മറ്റൊന്ന്, ഈ കൈകളില് യേശുവിന്റെ ആണിപ്പാടുകളുണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ക്രൂശിതനായ യേശുവിന്റെ ആണിപ്പാടുകൾ കൈകളിൽ ഉണ്ടാകും. അത് കാണാം. കൈകളിലും കാലുകളിലും ചിത്രങ്ങളിൽ കാണാൻ പറ്റുന്നതാണെങ്കിൽ അതുകൂടെ ഉണ്ടാകണമെന്നുള്ളതാണ് അതിന്റെ ലക്ഷണമൊത്ത ചിത്രത്തിന്റെ കാര്യം പറയുന്നത്. കണ്ണുകൾ ആർദ്രമായ കണ്ണുകളാണ്. ഇനി ഈ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിന്റെ നിറം എന്താണ്? ഞാൻ തന്നെ ചിലരോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ചിത്രം അടിക്കാനായിട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇവര് ചിലപ്പം നല്ലത് ഈ ചിത്രത്തിൽ നന്നായിട്ട് എടുപ്പ് കിട്ടുന്ന കളറാണെന്ന് പറഞ്ഞ് വേറെ കളർ കിട്ടും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്, കറുത്തതാണ്. ഇതിന്റെ എല്ലാ അർത്ഥങ്ങളുള്ളതാണ്. അപ്പോൾ ഏതാനും ചെറുതുകൂടി ഞാൻ പറയാം. വെള്ള അങ്കി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവിടുന്ന് പുരോഹിതനാണെന്നുള്ള, അവിടുന്ന് നിത്യപുരോഹിതനാണെന്നുള്ള ഒരു സൂചനയാണത്. പിന്നെ മറ്റൊന്ന്, ഈ ആണിപ്പാടുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അവിടുന്ന് സഹിച്ച പാടുപീഡകളെയും അവിടുന്ന് ചെയ്ത ഉദ്ധാനത്തെയുമാണ്. നമ്മളറിയാവുന്ന ഇതിൽ തന്നെ നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ പാടുപീഡകൾ അല്ലെങ്കിൽ വ്യാകുലം നിറഞ്ഞ ഈശോയുടെ പീഡാസനങ്ങളെ കുറിച്ചാണ്. വ്യാകുലം നിറഞ്ഞ എന്നതാണ് ഏറ്റവും അടുത്ത വളരെ അതിന്റെ അർത്ഥസമ്പൂർണമായ വാക്കതാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ്. അതിന്റെ ഒറിജിനൽ ഇംഗ്ലീഷിൽ വളരെ കറക്റ്റാണ്. ഫോർ ദ സേക്ക് ഓഫ് ഹിസ് സോറോഫുൾ പാഷൻ എന്നാണ്. സോറോ എന്ന് പറഞ്ഞാൽ ദുഃഖകരമായ അല്ലെങ്കിൽ വ്യാകുലം നിറഞ്ഞതാണ്. ദാരുണം എന്ന് പറയുന്നത് ഒരു അപകടം നടന്നു കഴിയുമ്പോൾ ദാരുണ മരണം അല്ലെങ്കിൽ ദാരുണമായ അപകടം നമ്മൾ പറയും. ദാരുണമല്ല. അത് നമുക്കിപ്പം ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. കാരണം 10-30 വർഷങ്ങൾക്ക് മുമ്പ് നല്ലൊരു ആരോ പറ്റുന്ന വിധത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. പക്ഷെ നമ്മളൊക്കെ അത് പഠിച്ച് അതാണ് ശരിയെന്നുള്ള ധാരണ വന്നിട്ടുണ്ടാകാം. പക്ഷെ തിരുത്തേണ്ട സമയമായി. കാരണം ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വാക്കതാണ്. പീഡാസകനം എന്ന് പറയുന്നത് സോറോഫുള്ളാണ്, ദുഃഖകരമാണ്, വ്യാകുലം നിറഞ്ഞതാണ്. അതാണ് വ്യാകുലം നിറഞ്ഞ ഈശോയുടെ പീഡാസകനം എന്ന് പറയുന്നതാണ് നല്ലത്. അതാണ് ഏറ്റവും ശരിയായത്, കറക്റ്റായത്. അത് നമ്മൾ പിന്നെ നമുക്ക് കരുണയുടെ ജപമാലയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പിന്നെ കാണാം. അപ്പം ഈശോയുടെ പീഡാസഹനങ്ങളെ കുറിച്ചുള്ള ഒരു ഉറപ്പാണ് അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ചിത്രത്തിലെ യേശുവിന്റെ കൈകളിലെയും കാലുകളിലെയും ആണിപ്പാടുകൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്ന പിന്നെ മറ്റൊന്നാണ് ഈ വലത് കൈ ഉയർത്തിപ്പിടിച്ച് ലോകത്തെ മുഴുവനെയും ആശീർവദിക്കുന്ന അവിടുത്തെ കരങ്ങളാണ്. പിന്നെ 2 രശ്മികളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണ് സൂചിപ്പിക്കുന്നത്? ബ്ലാക്ക് അല്ലെങ്കിൽ കറുത്ത നിറം എന്ന് പറയുന്നത് കർത്താവിന്റെ മരണത്തെ സൂചിപ്പിക്കുന്നതാണ്. അവിടുന്ന് മരിച്ച് മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവിടുന്ന് ഉത്ഥാനം ചെയ്തത്. അവൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ ബ്ലാക്ക് കളർ തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പം ഇതിന്റെ ലക്ഷണമൊത്ത ചിത്രത്തെ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചില ഇതിന്റെ പ്രോമിസസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ കരുണ ചിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരു ബന്ധമുണ്ടാകണം. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ 570 പറഞ്ഞത്, ഈ ചിത്രത്തിലൂടെ ഞാൻ അനവധി കൃപകൾ ആത്മാക്കളിലേക്ക് ഒഴുക്കും, അതിനാൽ എല്ലാ ആത്മാക്കൾക്കും അതിനെ സമീപിക്കാൻ സാധിക്കട്ടെ. അപ്പം എല്ലാ ആത്മാക്കൾക്കും അതിനെ സമീപിക്കാൻ സാധിക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ കരുണയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് ഇപ്രകാരം ഒരു വാക്ക് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം കരുണയുടെ ചിത്രത്തിന്റെ കോപ്പികൾ വിതരണം ചെയ്യുകയും കിട്ടാത്ത ഇടങ്ങളിൽ കിട്ടാത്ത വ്യക്തികൾക്ക് അതിൽ കൊടുക്കുകയും അങ്ങനെ എല്ലാവർക്കും അതിൽ ലഭിക്കാനായിട്ട് ഇടയാക്കുകയും ചെയ്യുന്നത് വലിയൊരു പ്രേക്ഷിത വേല തന്നെയാണ്. കരുണയുടെ ചിത്രം എല്ലാ ഭവനങ്ങളിലും എത്തിക്കാൻ, കിട്ടാത്തവർക്കൊക്കെ കിട്ടാൻ. കാരണം ഒന്നാമത്തെ വാഗ്ദാനം തന്നെ എന്താണ്? ഈ ചിത്രത്തെ വണങ്ങുന്നവരുടെ ആത്മാക്കൾ നശിക്കില്ല എന്നുള്ളതാണ്. അപ്പം വലിയൊരു സുവിശേഷ വേലയാണ് ഈ ചിത്രം എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക, ഈ ചിത്രത്തെ വണങ്ങാനായിട്ട് മറ്റുള്ളവരെ ഒന്ന് പ്രേരിപ്പിക്കുക. ഇത് ഒരു വലിയൊരു വലിയൊരു പ്രേക്ഷിത വേല തന്നെയാണ്. കാരണം ഇതിനെ വണങ്ങുന്നവരുടെ ആത്മാക്കൾ നശിക്കുകയെന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ആ നാശം ഒഴിവാക്കാൻ തന്നെ നമുക്ക് അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഈ ചിത്രത്തിന് വേണമെങ്കിൽ കവറുകളോ കാർഡുകളൊക്കെ അടിക്കുമ്പോൾ കരുണയുടെ ചിത്രം അടിച്ച് കൊടുക്കാം.
വിഷസ് ബർത്ത്ഡേ അല്ലെങ്കിൽ ക്രിസ്മസിനും ഈശോയുടെ സ്റ്റാറോ ഏതെങ്കിലും ഒരു ക്രിസ്മസ് അപ്പൂപ്പന്റെ ഒക്കെ പടം അടിച്ചു കൊടുക്കുന്നതിനേക്കാളും ക്രിസ്മസിന് ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് അടിക്കുകയും ഈ ചിത്രത്തിന്റെ എല്ലാം വേണം ആ ചിത്രം. അപ്പം അങ്ങനെ അതിലൂടെ ചിത്രം അവർക്ക് ആളുകൾക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെ ക്രിസ്മസിനോ ബർത്ത്ഡേക്കോ മറ്റേതെങ്കിലും പല അവസരങ്ങളിലൊക്കെ കാർഡുകളൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ച അവരുടെ മരണത്തിന്റെ ഇത് അടിക്കുമ്പോൾ കർത്താവിന്റെ കരുണയുടെ ചിത്രം സുന്ദരമായ അതിന് ഏറ്റവും യോജിക്കുന്ന വിധത്തിലുള്ള ഒന്നാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ വീടുകളിൽ, നമ്മൾ കിടക്കുന്ന റൂമുകളിൽ, നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ ഒക്കെ നമുക്ക് ഇതൊക്കെ ഫ്രെയിം ചെയ്ത് സുന്ദരമായിട്ട് മനോഹരമായിട്ടൊക്കെ ഈ ചിത്രങ്ങൾ വയ്ക്കുന്നത് നമുക്ക് നല്ലതാണ്. അത് ആ ചിത്രത്തെ വണങ്ങാനും ആ ചിത്രത്തെ എല്ലാവരും കാണാനും ആദരിക്കാനൊക്കെ ഇടയാകുന്ന അത് അപ്രകാരം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഈ ചിത്രം എന്ത് ചെയ്യേണ്ട, ചിലർക്ക് ചിത്രം നമ്മൾ ഇമാന്ന് വിതരണം ചെയ്തു പോകും, ആ ചിലരുടെ ചിത്രം എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടേക്കും, അത് അവമാനിക്കാനൊന്നും ഇടയാകരുത്. അപ്പൊ അത് എങ്ങനെ ഉപകരിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുകൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും നല്ലതാണ്. അപ്പൊ അങ്ങനെ ഈ ചിത്രത്തെ അപ്രകാരം വണങ്ങാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ഒന്ന് നല്ലതാണ്. 1789 ഒരു പാരഗ്രാഫ് കൂടെ നമുക്കൊന്ന് വായിക്കാം. ഫൗസ്റ്റീന എഴുതുന്നതാണ്. ഛായാചിത്രത്തിൽ നിന്ന് ഒഴുകുന്ന, ഇത് ഈശോയുടെ വാക്കുകളല്ല, ഫൗസ്റ്റീനയുടെ വാക്കുകളാണ്, അവൾ എഴുതുകയാണ്. ഈ ചിത്രത്തിൽ നിന്ന് ഒഴുകുന്ന ദൈവമഹത്വത്തെ ഞാൻ ഇന്ന് ദർശിച്ചു. പരസ്യമായി പറയുന്നില്ലെങ്കിലും അനേകം ആത്മാക്കൾ കൃപകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കുക, അപ്പൊ അവര് പരസ്യമായിട്ടൊന്നും ആരും പറയുന്നില്ലെങ്കിലും ഈ ചിത്രത്തിലൂടെ ലഭിക്കുന്ന കൃപകൾ ആത്മാക്കൾ ഒത്തിരി പേര് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകൾ ഇത് അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും ഇതുമൂലം ദൈവം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാത്താന്റെയും ദുഷ്ടമനുഷ്യരുടെയും പ്രയത്നങ്ങൾ തകർക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. സാത്താന്റെ കോപത്തിനുപരിയായി ലോകം മുഴുവനും ദൈവകരുണ വിജയം വരികയും എല്ലാ ആത്മാക്കളാലും ആരാധിക്കപ്പെടുകയും ചെയ്യും. നോക്കുക, അപ്പൊ ഒരു ഫൗസ്റ്റീന തന്നെ ഈ കരുണയുടെ ചിത്രത്തെ വണങ്ങുന്നതിലൂടെ ലഭിക്കുന്ന ചില അനുഭവങ്ങളെ കുറിച്ചുള്ള അത് എല്ലാവരും ഒന്നും പറയുന്നില്ല. കാരണം ഈ ചിത്രം വയ്ക്കുന്നതിലൂടെ അല്ലെങ്കിൽ ചിത്രത്തെ വണങ്ങുന്നതിലൂടെ ഒരു വ്യക്തിക്ക് കിട്ടുന്ന സംരക്ഷണം ചിലപ്പോൾ എല്ലാവരും അറിയണമെന്നില്ല, അവര് തന്നെ അറിയണമെന്നില്ല, വരാവുന്ന ഒരു ദുരന്തമാകാം. കരുണയുടെ ചിത്രത്തെ വണങ്ങുന്നത് നമുക്കറിയാലോ. കരുണയുടെ ഈ ഡയറി കുറിപ്പ് ആദ്യം ഫൗസ്റ്റീന മുഴുവനും എഴുതിയിരുന്നില്ല. ആദ്യമേയൊക്കെ ഈശോ പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് തന്നെ സംശയമായിരുന്നു. ഇത് ഈശോയാണോ, അത് വല്ല ഡെലൂഷനാണോ, ഇല്യൂഷനാണോ എന്നൊക്കെ അവൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഒരു വല്ല മാനസിക പ്രശ്നമാണോ എന്നൊക്കെ അവൾക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു. പിന്നീടാണ് അവള് ഒരു ആത്മീയ പിതാവിനോട് പങ്കുവെച്ചപ്പോഴാണ് ആത്മീയ പിതാവാണ് പറഞ്ഞത് നീ അത് എഴുതി വെക്കാൻ പറഞ്ഞത്. അപ്പൊ ആദ്യമൊക്കെ അവൾ വെറും തുണ്ട് പേപ്പറുകളിലാണ് എഴുതിയത്. ഡയറി ഇങ്ങനെ നമുക്ക് അവള് എഴുതിയില്ല, ഗൗരവമായിട്ട് എഴുതില്ല. തുണ്ടു പേപ്പറിൽ എഴുതിയത് പല സാഹചര്യങ്ങളിൽ ആ പല പേപ്പറുകളും നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ചില പേപ്പറുകൾ അവളുടെ മരണത്തിന് ശേഷം വരെ കണ്ടെടുത്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ചില പേപ്പറുകൾ ഇപ്പൊ അവളുടെ ആത്മീയ പിതാവായ വാഴ്ത്തപ്പെട്ട മൈക്കിൾ സൊക്കോച്ചോയുടെ കയ്യിലുണ്ടായിരുന്നു. അതിൽ നിന്ന് അപ്പൊ അതിന്റെ ഡയറിയിൽ ഇല്ലാത്തതായ ഒരു വാഗ്ദാനം കൂടെ ഈ കരുണയുടെ ചിത്രവുമായി ബന്ധപ്പെട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിതാണ് അങ്ങനെ അവൾ എഴുതിയ പേപ്പർ പിന്നീട് കണ്ടെത്തിയതാണെന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, ഈ ചിത്രം വയ്ക്കുന്ന ഇടങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങൾ, നാശങ്ങൾ എന്നിവ ഉണ്ടാകില്ല എന്നുകൂടെയാണ് വാഗ്ദാനമുണ്ട്. അപ്പം ഫൗസ്റ്റീന 1789 ഡയറി കുറിപ്പിൽ പറയുന്നത് പോലെ തന്നെ തിന്മയുടെ ശക്തികൾ അല്ലെങ്കിൽ അവയുടെ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അത് പലരും എല്ലാവരും ഒന്നും പറയാൻ പറ്റിയെന്ന് വലിയ നമ്മൾ പോലും അറിയാതെ തന്നെ വലിയ സംരക്ഷണം ഈ ചിത്രത്തെ വയ്ക്കുന്നതിലൂടെ വണങ്ങുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ കരുണയുടെ ചിത്രത്തിന്റെ ആധ്യാത്മികത, അതിന്റെ ഒരു ദൈവശാസ്ത്രം, അതിന്റെ ഒരു പിന്നിൽ ഉള്ള കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. അല്ലാതെ ചിലപ്പോൾ ചിലർ വിചാരിക്കുന്നത് ചിത്രം വെച്ചിട്ട് ദൈവമാണെന്നുള്ള ധാരണയിലല്ല നമ്മൾ അതിനെ വണങ്ങുന്നത്. ഞാൻ പറഞ്ഞത് വണങ്ങുക, വെനറേറ്റ് എന്ന വാക്കാണ്. ആരാധന ഒന്നും അല്ല കേട്ടോ. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വല്ല പെന്തക്കോസ്ത സഹോദരങ്ങളൊക്കെ പറയും നിങ്ങൾ പടത്തെ ആരാധിക്കുകയാണ്. പടത്തെ നമ്മൾ ആരാധിക്കുന്നതല്ല, വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അതിനെ വണങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം ചിത്രത്തെ വണങ്ങുന്നതിലൂടെ എന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ കൃപയെ, മഹാകരുണയെ നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുന്നു, നമ്മുടെ ആത്മാവിലേക്ക് സ്വീകരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ മഹത്വം അത് എല്ലാവരും അറിയുവാൻ ഇടയാക്കുകയും ചെയ്യുന്നു. അതാണ് ദൈവത്തിന്റെ കരുണയുടെ ചിത്രത്തെക്കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങൾ. ഇതിന്റെ തുടർച്ച ആയിട്ടുള്ള അടുത്ത ഭാഗങ്ങൾ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.
നമുക്കെന്ന് പ്രാർത്ഥിക്കാം. കരുണാവാരിധിയായ ദൈവമേ, അവിടുത്തെ കരുണയെ ഞങ്ങൾ അനുഭവിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ഒരു മാധ്യമമാണല്ലോ കരുണയുടെ ചിത്രം എന്ന് പറയുന്നത്. 1931 വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ദർശനത്തിൽ വെളിപ്പെടുത്തി കൊടുത്ത ആ ചിത്രം ഇന്ന് 5 ഭൂഖണ്ഡങ്ങളിലും ലോകമെങ്ങും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതിനെ ഓർത്ത് ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവ്, ഇനിയും ആ ചിത്രം എല്ലാ മനസ്സുകളിലും പതിയട്ടെ, എല്ലാ ഹൃദയങ്ങളും അത് പതിയട്ടെ. ആ ചിത്രത്തെ വഴങ്ങുന്നതിലൂടെ അനേക മക്കൾ ആ കരുണയുടെ ചിത്രത്തിൽ നിന്ന് അങ്ങയുടെ കരുണ അനുഭവിക്കുവാനിടയാകട്ടെ, അങ്ങയുടെ കരുണയെ നുകരുവാനും ഇടയാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ലോകം മുഴുവൻ അനുഗ്രഹിക്കണമേ. ആമേൻ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 965 ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുകയാണ്: ഞാൻ കൈപ്പേറിയ പീഡകൾ സഹിക്കുന്നെങ്കിലും അനേകം ആത്മാക്കൾ നശിച്ചു പോകുന്നു. രക്ഷ പ്രാപിക്കാനുള്ള അവസാന പ്രതീക്ഷയായി ദൈവകരുണയുടെ തിരുനാൾ ഞാൻ അവർക്ക് നൽകുന്നു. ദൈവകരുണയുടെ തിരുനാളിനെ പറ്റി ലോകം മുഴുവനും അറിയണമെന്നുള്ളതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. പാപികളുടെ അവസാന പ്രതീക്ഷയായ ദൈവകരുണയുടെ തിരുനാളിനെ പറ്റിയുള്ള വിശദ വിവരങ്ങളടങ്ങിയ ചെറിയ ഒരു പുസ്തകം ഹോളി ഫയർ മിനിസ്ട്രി തയ്യാറാക്കിയിട്ടുണ്ട്. 25 കോപ്പിയെങ്കിലും വാങ്ങിക്കുന്നവർക്ക് തപാലിലൂടെ ഇത് അയച്ചു കൊടുക്കുന്നതാണ്. ഒരു കോപ്പിയുടെ വില 10 രൂപ മാത്രമാണ്. ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുക ദുഃഖവെള്ളിയാഴ്ച തുടങ്ങുന്ന ദൈവകരുണയുടെ നൊവേന ചൊല്ലിക്കൊണ്ടാണല്ലോ. ദേവാലയങ്ങളിൽ ദൈവകരുണയുടെ നൊവേന ചൊല്ലാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ചെറിയ നൊവേന പുസ്തകവും ഹോളി ഫയർ മിനിസ്ട്രിയുടെ പക്കൽ ലഭ്യമാണ്. യൂജിൻ കസിംബ്രോസ്കി എന്ന ചിത്രകാരൻ വിശുദ്ധ ഫൗസ്റ്റീനയുടെ മേൽനോട്ടത്തിൽ വരച്ച ദൈവകരുണയുടെ ആദ്യത്തെ ഛായാചിത്രവും ഹോളി ഫയർ മിനിസ്ട്രിയിൽ ലഭ്യമാണ്. ദൈവകരുണയുടെ ഛായാചിത്രത്തിൻ്റെ പ്രത്യേകതകളും വാഗ്ദാനങ്ങളും അടങ്ങിയ ലാമിനേറ്റ് ചെയ്ത A3 സൈസിലുള്ള ഈ ചിത്രത്തിൻ്റെ വില 30 രൂപയാണ്. 10 കോപ്പികളെങ്കിലും വാങ്ങിക്കുന്നവർക്ക് തപാൽ മാർഗം ഇത് അയച്ചു കൊടുക്കുന്നതായിരിക്കും. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിലൂടെ നൽകപ്പെട്ട ദൈവകരുണയുടെ സന്ദേശങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഒരു സംക്ഷിപ്ത രൂപമായ പ്രാർത്ഥനാ പുസ്തകം ഹോളി ഫയർ മിനിസ്ട്രിയിൽ ലഭ്യമാണ്. 50 രൂപയാണ് അതിൻ്റെ വില. 10 കോപ്പിയെങ്കിലും വാങ്ങിക്കുന്നവർക്ക് അത് തപാലിലൂടെ അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും.